ഒരുപാട് പേർക്ക് നമ്മൾ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത്. സോ നമ്മുടെ ലൈഫിൽ നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് നമുക്ക് സമയം കിട്ടി നടക്ക് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം നമ്മൾ ഇതേപോലെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ എന്താ പറയുക, ഒരു ചെറിയ കാര്യം, എനിക്ക് കഴിഞ്ഞൊരു 2-3 വർഷമായിട്ട് എൻ്റെ ലങ് കപ്പാസിറ്റി കോവിഡ് വന്നതിന് ശേഷം തൊട്ട് ഭയങ്കരമായിട്ട് കുറവായിരുന്നു. അത് കാരണം എനിക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ ബ്രെത്ത്ലെസ്നെസ് എന്ന് വെച്ചാൽ കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോഴാണ് ഡോക്ടറാണ് പറഞ്ഞത്, ഡയഗ്നോസ് ചെയ്തു, എനിക്ക് മൂക്കിൽ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം, എൻ്റെ മൂക്കിന് ഒരു ചെറിയ വളവും ചെറിയൊരു മാംസത്തിൻ്റെ ഗ്രോത്ത് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ വരുന്ന നവംബർ 22-ാം തീയതി, അതായത് 2-3 ദിവസം കഴിയുമ്പോൾ എൻ്റെ സർജറിയാണ്. അപ്പം 21-ാം തീയതി ഹോസ്പിറ്റലിൽ പോകണം, 22-ാം തീയതി സർജറിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഓപ്പൺ റൈനോപ്ലാസ്റ്റിയാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ദിവസം, ഒരാഴ്ച വരെയൊക്കെ നേസൽ പാക്കേജ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് എന്താ പറയുക സൂച്ചർ റിമൂവലൊക്കെ നടക്കുന്നത്. അപ്പം ഓൾമോസ്റ്റ് ഒരു 1 മന്ത് വരെ എൻ്റെ മൂക്കിൽ എൻ്റെ ഫേസ് മൊത്തത്തിലൊരു പഫിനെസ് ഉണ്ടാവും. എനിക്ക് ഈ ശ്വാസം കറക്റ്റായിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ബോഡിയിൽ കറക്റ്റായിട്ടുള്ള ഓക്സിജൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. എയർ ഇൻടേക്ക് ഇല്ലാത്തത് കൊണ്ട് ഓക്സിജൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം നല്ല രീതിയിൽ ക്ഷീണവും തലകറക്കവും, ചില സമയത്തൊക്കെ വണ്ടി ഓടിക്കുമ്പം എന്താ പറയുക കണ്ണിൽ ഇങ്ങനെ ഇരുണ്ട് കയറുന്ന നടക്കൊക്കെ നോക്കും. എനിക്ക് ചെറിയ രീതിയിൽ BP ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു BP കാരണമായിരിക്കും, ഹൈ BP കാരണമായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതും അതിൻ്റെ ഒരു റീസണാണ്. സോ അപ്പം എന്താ പറയുക, ഇതൊരു ചെറിയ അപ്ഡേറ്റ് ആണ്. കൊച്ചിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സർജറി ചെയ്യുന്നത് ഡോക്ടർ വരുൺ നമ്പ്യാരാണ്. അപ്പോൾ പുള്ളിൻ്റെ ഹോസ്പിറ്റൽ ഇവിടെ കൊച്ചിയിൽ വെച്ചിട്ടാണ് സർജറി ചെയ്യുന്നത്. അപ്പം അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഈ വ്ളോഗ് കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എന്നിരുന്നാലും ചെറുതായിട്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇതേപോലെ വ്ളോഗ്സ് ഒക്കെ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രം നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. പിന്നെന്താ പറയുക,